നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉംറ തീർത്ഥാടനത്തിനെത്തിയ പ്രവാസി മലയാളികൾ ഇപ്പോൾ തിരിച്ചു മടങ്ങുന്നത് ആർക്കും കണ്ണെത്ത ദൂരത്തേക്കാണ്. പ്രവാസി മലയാളികളെ ഏറെ കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ വാഹനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായ മലയാളി വനിതകളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതായിരിക്കും. ഉംറ യാത്രാ സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് മരിച്ച മലയാളി വനിതകളുടെ മൃതദേഹങ്ങൾ നാട്ടിൽ കൊണ്ടുപോകുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വ്യാഴാഴ്ച രാത്രി റിയാദിന് സമീപമുണ്ടായ അപകടത്തിൽ കോഴിക്കോട് സ്വദേശിനികളായ റഹീനയും നഫീസയുമാണ് മരിച്ചതായുള്ള വാർത്ത വന്നത്. ദമാമിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി പുത്തൂർ മൂഴിപ്പുറത്ത് ഷംസുദ്ദീന്റെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഷംസുദ്ദീന്റെ ഭാര്യ റഹീനയും സഹോദരിയും കൊടുവള്ളി പുത്തൂർ പാലക്കാം തൊടിക അബ്ദുൽ വഹാബിന്റെ ഭാര്യയുമായ നഫീസയുമാണ് മരിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഷംസുദ്ദീനും കുടുംബവും ദമാമിൽ തന്നെ സ്ഥിരതാമസക്കാരാണ്. നാട്ടിൽ നിന്ന് സന്ദർശക വിസയിലെത്തിയ സഹോദരി നഫീസയും ഷംസുദ്ദീനും ഭാര്യ റഹീനയും മക്കളായ ഫിദ ഷംസുദ്ദീൻ, ഫുവാദ് ഷംസുദ്ദീൻ, റഹീനയുടെ അയൽവാസിയും ഷംസുദ്ദീന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ അനീസുമാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് തന്നെ. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഫോർച്യൂണർ വാഹനത്തിൽ ഇവർ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്. റിയാദിൽ നിന്ന് 350 കിലോമീറ്റർ അകലെ മക്ക ഹൈവേയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായിരിക്കുന്നത്. റോഡിന്റെ വശത്തെ ഡിവൈഡറിലിടിച്ച വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു അപകടം നടന്നത്. വണ്ടിയുടെ പിൻസീറ്റിലിരുന്ന നഫീസയും റഹീനയും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. ബാക്കിയുള്ളവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയുണ്ടായി. ഷംസുദ്ദീന്റെ കൈമുട്ടിലുണ്ടായ മുറിവിൽ തുന്നലിട്ടു. മൃതദേഹങ്ങൾ അൽ അസാബ് ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. 1.5 മാസം മുമ്പ് മകൻ ഫവാസ് അയച്ച സന്ദർശക വിസയിലാണ് നഫീസ ദമാമിൽ എത്തുന്നത്. ഈ മാസം 25-ന് തിരികെ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുമ്പോൾ ഒരു നാട് തന്നെ കണ്ണീരിലായിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.